പാലക്കാട്ട് CPM നേതാവിന്റെ മകൻ NDA വേദിയിലെത്തി. കണ്ണാടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വേണുഗോപാലിന്റെ മകൻ റെജിലാലാണ് BDJS-ൽ ചേർന്നത്. മകന് മുൻപ് രാഷ്ട്രീയമുണ്ടായിരുന്നില്ലെന്നും ഇഷ്ടമുള്ളത് തീരുമാനിക്കാമെന്നും വേണുഗോപാൽ പ്രതികരിക്കുന്നു. മകനെ BDJS-ലേക്ക് പോയിരിക്കുന്നു. ഇന്നലെയാണ് രാത്രിയാണ് ഞാൻ അറിയുന്നത്. ഇവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ സംസാരിച്ചില്ല, എപ്പോഴും സംസാരിച്ചിട്ടില്ല. അത് മൂപ്പർക്ക് അതായിരിക്കും താല്പര്യം. വ്യക്തിസ്വാതന്ത്ര്യമാണല്ലോ, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അവനവൻ്റെ ഇഷ്ടത്തിന് പോകണു. കുട്ടിയല്ലല്ലോ, 53 വയസ്സുകാരനാണ് അയാൾ. അതാണ് ശരിയും തോന്നി പോയിട്ടുണ്ടാവാം. അതിന് പോകണ്ടെന്ന് പറയാൻ ഞാനാളല്ല. എന്നെയും ഒരു കാര്യത്തിലും സഹായിക്കുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ല ഇന്ന് വരെ. ഇപ്പോൾ യാദൃച്ഛികമായിട്ട് അന്ന് തുഷാർ വെള്ളാപ്പള്ളി ഒരു ഫംഗ്ഷൻ വെച്ചിരിക്കുമ്പോൾ ഞങ്ങളെ കുറച്ച് പേരെ പ്രമുഖരെ ഒരു ആഹാരം കഴിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് തുഷാർ വെള്ളാപ്പള്ളി. അന്ന് പോയി സംസാരിച്ചപ്പോൾ അവർ പറയുന്നൊരു കാഴ്ചപ്പാടും ഇപ്പോൾ NDA ഗവൺമെൻറ് ചെയ്യുന്ന കൃഷിക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ലത് ഇറങ്ങുകയാണെങ്കിൽ ഒരു പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അവിടെയാണെന്ന് തോന്നിയതുകൊണ്ടാണ് BJJDS-ൽ ചേർന്നത്. രാഗിൻ, ഈ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് പാലക്കാട്ട് CPM നേതാവിന്റെ മകൻ NDA വേദിയിലേക്ക് എത്തുന്നത്. കണ്ണാടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീ വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ മകൻ പാർട്ടിയിലേക്ക് വരുമ്പോൾ അതും ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യപ്പെടുകയാണോ? തീർച്ചയായും പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രത്യേകിച്ചും കണ്ണാടി പഞ്ചായത്തിൽ വലിയ തോതിൽ തന്നെ ഇത് ചർച്ചയായിട്ടുണ്ട്. കാരണം CPM പ്രവർത്തകനാണ് വേണുഗോപാൽ. CPM-ന്റെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒക്കെയായ ആളാണ്. ദീർഘനാൾ പഞ്ചായത്ത് അംഗവും ഒക്കെയായിരുന്നു, സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ ഒക്കെയായിരുന്നു. അവിടുത്തെ പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് വേണുഗോപാൽ. ഇപ്പോഴും വ്യക്തമാക്കുന്നത് പ്രായമായെങ്കിലും ഇപ്പോഴും ബ്രാഞ്ചിൽ തന്നെയാണ് ഉള്ളത്, താൻ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. ഈ ഘട്ടത്തിലാണ് വേണുഗോപാലിന്റെ മകൻ റെജിലാൽ BDJS-ൽ ചേർന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ BDJS-ലേക്ക് എത്തി. അതോടൊപ്പം തന്നെ C കൃഷ്ണകുമാറിന് വേണ്ടി പ്രചാരണ രംഗത്തും ഇറങ്ങിയിട്ടുണ്ട്. ഇത് അവിടെ വലിയ ചർച്ചയായിട്ടുണ്ട്. BJP-യെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, NDA സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, ഈ പാലക്കാട് നഗരസഭ അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം സ്വാധീനമുള്ള മേഖല തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ അത് വ്യക്തമായതാണ്. പക്ഷേ മാത്തൂർ, കണ്ണാടി, പിരായിരി 3 പഞ്ചായത്തുകളിലേക്ക് കൂടി സ്വാധീനം വ്യാപിപ്പിച്ച് മുന്നോട്ട് പോയാൽ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കൂടുതൽ പേരെ പാർട്ടിയിലേക്ക് എത്തിക്കുക എന്ന നയം അവർ സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഇത് ഉണ്ടായിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. റെജിലാൽ പറയുന്നത് തനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, അച്ഛൻ CPM-വുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, പക്ഷേ തനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, താൻ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നു എന്നാണ് റെജിലാലും വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരിപാടിയിൽ എന്തായാലും വന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDA സംബന്ധിച്ചിടത്തോളം റെജിലാലിന്റെ വരവ് ഗുണം ചെയ്യും ആ മേഖലയിലൊക്കെ തന്നെ എന്നാണ് BJP-യും NDA നേതൃത്വവും കണക്കുകൂട്ടുന്നത്. കണ്ണാടി, മാത്തൂർ, പിരായിരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ കൂടുതൽ പേർ വരുന്നത് ഗുണകരമാകുമെന്നും വ്യക്തമാക്കുകയാണ്.